ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപഗ്രഹ ചിത്രം വഴി ഇറാനിലെ ആണവ കേന്ദ്രം, അതായത് അമേരിക്ക ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രം, ഇപ്പോൾ അതിൻ്റെ ചിത്രം, ഈ ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് എന്തായാലും തലവേദനയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ആണവ കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറാന്റെ ഇസ്ഫഹാനിലെ പ്രധാന ആണവ കേന്ദ്രത്തിൽ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഒരു പ്രധാന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ജൂൺ 27 പ്രസിദ്ധീകരിച്ച ചിത്രങ്ങൾ ഇസ്ഫഹാൻ യുറേനിയൻ പരിവർത്തന സൗകര്യത്തിൻ്റെ ഭൂഗർഭ സമുച്ചയത്തിലേക്കുള്ള മുമ്പ് അടച്ചിരുന്ന തുരങ്ക പ്രവേശ കവാടം ഇറാൻ വീണ്ടും തുറന്നതായാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാനിൽ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ കണക്ക് കൂട്ടുന്നത്. തുരങ്കം വീണ്ടും തുറക്കാനുള്ള കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ US-ഉം ഇറാനും തമ്മിലുള്ള ആണവ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇസ്ഫഹാൻ സൈറ്റിനെതിരായിട്ടുള്ള US ആക്രമണം മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ, അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണെന്നാണ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ US സെനറ്റിനെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. പകരം ഒരു അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നുള്ള ടോമഹോക്ക് മിസൈൽ ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും US ആക്രമണത്തിന് ശേഷം ഇറാൻ ഫോർഡോ ആണവ സ്ഥലത്ത് ഖനനം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കണക്കാക്കും. ജൂൺ 27 ഉപഗ്രഹ ചിത്രങ്ങൾ ഫോർഡോ ആണവ സ്ഥലത്ത് ഖനന മണ്ണ് നീക്കം ചെയ്യൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയും. US ഈ സ്ഥലത്ത് ബോംബിട്ടൊരു സ്ഥലം കൂടെയാണ്. അപകടകരമായിട്ടുള്ള യുറേനിയം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇതിനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ട്രക്കുകൾ, JCBകൾ, വാഹനങ്ങൾ എന്നിവ ചിത്രത്തിൽ വ്യക്തമായി കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന് പോലും അവിടെ ഒരു ഫലവും ഉണ്ടാക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്നും അതുകൊണ്ട് ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചതെന്നും അമേരിക്ക ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ കെയ്ൻ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച വീണ്ടും ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിക്കുമോ എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം തീർച്ചയായും അതിലൊരു ചോദ്യമേ ഇല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.